എന്തൂട്ട് അവിടെ നിക്കണേ, അങ്ങോട്ട് പോടാ. അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? എന്തൂട്ട് കടികളാടാ നിങ്ങൾ. ചില ആണുങ്ങൾക്ക് വെളുത്തതിനോട് താല്പര്യമില്ല, കരിഞ്ഞ അപ്പത്തിനോട് താല്പര്യം. ഏറെക്കുറെ. പിന്നെ നീ ഇതാരോടും പറയുന്നു വേണ്ടോ. എനിക്ക് ചുവന്ന അപ്പം, അതെന്താട്ടാ? എനിക്ക് കരിഞ്ഞപ്പം ആണ് കൂടുതൽ ഇഷ്ടം. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. കരിഞ്ഞപ്പം കൂടുതൽ മലയാളീസിന്റെയാ. അങ്ങനെ പറയരുത്, എല്ലാവരും സൈഡ് മൊത്തം കരിഞ്ഞിരിക്കും, നടുഭാഗം നല്ല വെളുത്തിരിക്കും. ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞു. കരിഞ്ഞപ്പം ഉണ്ട് മോളെ, തിന്ന് കരിഞ്ഞ കളറാക്കും. ഞാൻ പോയിക്കോട്ടെ. കരിപ്പിച്ച പൊന്തിച്ചാക്കും. കുറച്ചേരം കഴിയുമ്പോൾ അരമണിക്കൂർ 2 മണിക്കൂർ പൊന്തി നിൽക്കും. തടിച്ചിരിക്കും. ബിജുയുടെ പൂരം കാണിക്കുമോ? കാണിച്ചു തരാം. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. എന്റെ കുണ്ടി കാണിച്ചു തരാം. ആണല്ലോ. കുറച്ച് കരിയണം അല്ലേ? പിന്നെ കരിനോണം വരെ തിന്നണം, അപ്പല്ലേ? അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. വെറുതെ തുമ്പുകൊണ്ട് ഇങ്ങനെ ഞോണ്ടും, അതെന്ത് സുഖം കിട്ടുന്നു. തിന്നുമ്പോ നന്നായിട്ട് തിന്നണ്ടേ അപ്പൊക്കെ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ പഴം ഏതാ ഇഷ്ടം ചോദിച്ചു. പഴം ഇതെന്താ പഴം ചോദിച്ചപ്പോ പടവലങ്ങാ തന്നത്? അത് പഴം തന്നെയാ, റോബസ്റ്റാ. നല്ല തുടുത്ത വലിയ മുഴുത്തം തന്നെയാ നല്ലത്. കണ്ടിട്ട് നാണിപ്പൂവനാന്ന് തോന്നണു. അതാ നിനക്കൊരു നാണം. നാണിപ്പൂവനിന്ന് നേന്ത്രക്കൊല്ല വരുവാടാ. എനിക്ക് അപ്പം കൊടുക്കാനാ ഇഷ്ടം. അപ്പത്തിനോടാ കൂടുതൽ ഇഷ്ടം. ഓ പക്ഷെ ബിജുയുടെ അപ്പം കഴിച്ചവർ ദുബായിൽ കുറവാണ്. അങ്ങനത്തെ ഒരു വർത്താനോ? പഴം നല്ല വഴുതനങ്ങ ആണ് നല്ലത്. എന്ത് വൃത്തിയുടെ പറയണേ. സാരമില്ല ലീലാമ്മേ. വഴുതനങ്ങിന് കുറച്ച് വെളിച്ചെണ്ണ തേക്കണം ചേട്ടാ, നിനക്ക് കുറച്ച് കോയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ മതി സലീമേ. അല്ലെങ്കിൽ ലൂബ്രിക്കേഷൻ തേക്കണം. ഇവിടുത്തെ എക്സ്പേർട്ടാ. എക്സ്പേർട്ട്.